അപ്പോൾ ഞാനിന്നിപ്പോൾ ഇത് ഇവിടുത്തെ മാർക്കറ്റാട്ടോ, ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്. മെയിനല്ല, അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കുണ്ട്. ഇവിടുത്തെ ഈ ഏരിയത്തെ മെയിൻ മാർക്കറ്റാണിത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ, പച്ചക്കറിയൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വീഡിയോ തല കുത്തനെ ഉള്ളത്, കാരണം ഇവിടുത്തെ ചേച്ചിമാരൊക്കെ അക്കമാർ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ചീത്ത കേൾക്കുമെന്നുള്ള പേടിയുണ്ട്. വീഡിയോ എടുക്കണം കാണാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അവിടെ ഉള്ളൊരു തൊള്ളയിൽ തോന്നിയതൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ക്യാമറ ആടണൊക്കെ ഉണ്ട്. ഇത് നല്ല അസൽ സ്ഥലമാണ്. ഇവിടുത്തെ മീൻ മാർക്കറ്റാണ്. അയ്യോ, നിലത്തൊക്കെ നോക്കിക്കോളാം. ഈ കച്ചറ കൂടെ ഓരോ ആൾക്കാർ ചെരുപ്പിടാതെയും പോകുന്നുണ്ട്. അത് കാണുമ്പോഴാണ് മീൻ വാങ്ങാതെ ഓരോ ബായിത്താത്തമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ടൊരു മീൻ വാങ്ങുന്നൊരു അക്കണ്ട് ഇവിടെ. അക്കൻ്റെ അടുത്ത് ഞാൻ മീൻ വാങ്ങുന്നു. അപ്പം അതിൻ്റെ അടുത്ത് ഭയങ്കര തിരക്ക്. അതിൻ്റെ അടുത്ത് മീൻ വാങ്ങാൻ വിചാരിച്ച് ഇങ്ങനെ പോയി നിന്നേന്ന് കേട്ടോ. ശരിയാളെ ബാക്കാണല്ലോ. അപ്പോൾ തിരക്കായപ്പോൾ പിന്നെ ഇവരിങ്ങനെ പടിഞ്ഞിരുന്ന് കൊണ്ടാണ് മീനൊക്കെ വെക്കുക. എങ്ങനെയും ഇവിടെ ഇരുന്നാണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന പോലെ അവിടെ ഇരുന്നാണ്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് മീൻ വാങ്ങണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ രണ്ട് മനസ്സായിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ അതിൻ്റെയൊക്കെ അത് കാണാതെ ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ ഞാൻ. അപ്പോൾ അതിൻ്റെ ബോക്സിലിങ്ങനെ എലി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കും. അത് കണ്ടപ്പോൾ എനിക്ക് മീൻ വാങ്ങാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി കേസ്. ഞാൻ മെല്ലെ അവിടെ നിന്ന് ബാക്കടിച്ച് അതിൻ്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങാതെ ഇവിടെ ഫ്രണ്ടിലൊരു തള്ളയിരിക്കണ്ടായിരുന്നു. സോറി, തള്ളല്ല, അക്ക. ആ അക്കൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ അടുത്ത് പിന്നെയും കുറച്ച് വൃത്തിയുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ പോയിങ്ങാണ്ട് ഇതൊക്കെയായി ചേച്ചി ഇരിക്കുന്നത് ചമ്രം പടിഞ്ഞ് ഇരുന്നിക്കണം. അപ്പോൾ എലീനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മീൻ വാങ്ങാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. അപ്പോൾ ഞാൻ മീൻ വാങ്ങാതെ ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ കുറച്ച് ചിക്കൻ സെറ്റാക്കി. പൂള കൊണ്ടുവന്നിട്ട് മൂലയൊക്കെ കിടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ പൂള അങ്ങോട്ട് വെക്കാം, നോമ്പ് തുറക്കുമ്പോൾ വിചാരിച്ചുകൊണ്ടാണ് എടുത്തു. ഇനി അധികം വെച്ചാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ കുക്കറിന് മൂടിക്ക് വിസിലില്ല. അങ്ങനെ അതങ്ങോട്ട് ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ നമ്മൾ സാധാ ഇതിലിങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മൂടി വെച്ച് അങ്ങനെ വേവിച്ചു. അപ്പോൾ അത് സംഭവം സെറ്റായി വെന്തൊക്കെ വന്നാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഞാൻ ചിക്കൻ കറി വേവിച്ചിരുന്നു. അപ്പോൾ അതിന് തന്നെ എടുത്തുകൊണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിന് തന്നെ എടുത്തുകൊണ്ട് മസാല ഉണ്ടാക്കി. വേറെ സെറ്റാക്കാനൊന്നും നിന്നില്ല. ആ കറിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ സാധാ ചിക്കൻ കറി വെക്കണ കറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പൂളയൊക്കെ കണ്ടിട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ പൂള ഇറച്ചി ഇവിടെ റെഡി ആയി കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണം, ഇല്ലെങ്കിൽ എങ്ങനെയല്ലേ നോമ്പ് തുറക്കൽ. അപ്പോൾ പൊരിക്കടി ആണെങ്കിൽ പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചിക്കനെ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാനൊരു സാൻഡ്വിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ സാൻഡ്വിച്ചിനുള്ള സാധനമൊക്കെ റെഡിയാക്കി മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇതാകുമ്പോൾ പിന്നെ പൊരിക്കടി അല്ല, ഇതിൻ്റെ ഓരോന്ന് തിന്നാന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് ഫസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ഫ്ലോപ്പായിപ്പോയി. കുറേ ദിവസം എടുക്കാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അത് അതിന്മേലെ കൊട്ടിപ്പിടിച്ച് ആകെ അൽക്കുലത്തായി. പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, പിന്നെയും ഉണ്ടാക്കി. എന്തായാലും അടുത്തത് പിന്നെ കുഴപ്പമില്ല. ചിലതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേടൊന്ന് പോയിക്കണം, എന്നാലും കുഴപ്പമില്ലാതെ കുറച്ചെണ്ണം കിട്ടി. അങ്ങനെ ഉണ്ടല്ലേ, കുറച്ച് ഫ്ലോപ്പായി. അതിൻ്റെ മസാല ഒക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് അതുകൊണ്ട് ഒഴിവാക്കി. കുറേ കരിഞ്ഞും പോയി, കുറേ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കേടൊന്നൊക്കെ പോയി.